ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം. അവന് ആര് കൊടുത്താലും കുടിക്കില്ല സാറേ. സാറ് കുടിച്ചേ, ഞാൻ അവന് കൊടുത്തോളാം. ആ ശരി. ദാ അശ്വതി, താൻ വരുന്നില്ലേ? നാട് റോഡിൽ നിന്ന് സ്വപ്നം കാണുവാണോ? അശ്വതി, ഞാൻ അയാൾക്ക് കൊടുത്ത നാരങ്ങ വെള്ളം അയാൾ വാങ്ങിയില്ല. പക്ഷെ ആ കടക്കാരൻ വെച്ച് നീട്ടിയ പച്ചവെള്ളം അയാൾ വാങ്ങി കുടിച്ചു. എന്താ കാരണം? ദൈന്യത നിറഞ്ഞ അയാളുടെ കണ്ണുകളിൽ 1000 വാക്കുകൾ എന്നോട് മന്ത്രിക്കുന്നത് പോലെ, ആ കണ്ണുകളിൽ ഈറനണിയാൻ വെമ്പുന്നത് പോലെ. എന്നോട് നിങ്ങൾ കാട്ടിയ ഈ സ്നേഹത്തിന് ഞാൻ നന്ദിയുള്ളവനാണെന്നും ആരുടെയും ഒരു തരത്തിലുള്ള സഹതാപവും ഞാൻ അർഹിക്കുന്നില്ലെന്നും എന്ന മനോഭാവമായിരുന്നു അയാളുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാനുണ്ടായിരുന്ന വികാരം. പാവം. ഇത് എന്റെ പ്രകാശേട്ടൻ തന്നെയാണോ? ആയിരുന്നെങ്കിൽ ഇത്രയും വർഷം എവിടെയായിരുന്നു? ആ മുഖം, അതൊരിക്കലും എനിക്ക് മറക്കാനാവില്ല. പ്രകാശേട്ടാ, ദേ അശ്വതി ചേച്ചി വരുന്നു, വേഗം വന്നേ. അശ്വതി വന്നോ? ദേ ചേച്ചി വരുന്നു. ആ പൈസ തന്നെ, പൈസ തന്നെ. ദേ പ്രകാശേട്ടാ, മിഠായി വാങ്ങാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല കേട്ടോ. അടുത്ത തവണ ഞാൻ ഈ പരിപാടിക്കില്ല. വെറുതെ സമയം കളഞ്ഞു. മോളെ, അടുത്ത തവണ തീർച്ചയായും തന്നിരിക്കും. പ്രകാശേട്ടന്റെ വാക്കാ. തൽക്കാലം മക്കളൊന്ന് പൊയ്ക്കോ, 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 പൊയ്ക്കോ. കുട്ടികൾ പോലും കൈക്കൂലി വാങ്ങി തുടങ്ങി. ഇവിടെ എന്നെപ്പോലൊരു കാമുകൻ എങ്ങനെ പിടിച്ചിരിക്കും? അശ്വതിക്ക് ഇത് വല്ലതും അറിയണോ? അശ്വതി, അയ്യോ അശ്വതി, 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 എന്താ ഇത്ര ധൃതി അശ്വതി?
എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനുണ്ടോ? ഉണ്ട്, എന്റെ വീട്ടിലോട്ട് എക്സ്ട്രാ ക്ലാസ് എന്നും പറഞ്ഞ് ഇറങ്ങിയതാ. വിശന്നിട്ട് വയ്യ. അശ്വതിക്ക് ഈയിടെ ആയിട്ട് എന്റെ കാര്യത്തിൽ യാതൊരു ചിന്തയില്ല. ഞാനിവിടെ ഒളിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയാമോ? ഒളിച്ചു നിൽക്കാൻ തുടങ്ങിട്ടോ? അല്ല, കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ. അതെ പ്രകാശേട്ടാ, ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തല്ലേ, എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എപ്പോഴും എന്റെ പുറകെ നടന്നാ മതിയോ? അതല്ല, ഇന്നെങ്കിലും നീ ഒന്ന് പണിക്ക് പോടാ പ്രകാശ. കേട്ടില്ലേ? അതല്ല അശ്വതി, എനിക്ക് ഈ നാട്ടിൽ കൂലിപ്പണിയെടുത്തും വണ്ടി ഓടിച്ചൊന്നും നടക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ കൂലിപ്പണിയെടുത്ത് നടക്കുന്നത്? ഭാവിയിലൊരു IAS കാരിയുടെ ഭർത്താവാൻ പോകുന്ന ആളല്ലേ ഞാൻ. പാസ്സായ തുടർന്ന് പഠിക്കാൻ പോലും പറ്റുമോന്നറിയാത്ത അവസ്ഥയിൽ കഴിയുന്ന എന്നോട് വേണോ പ്രകാശേട്ടാ ഈ പരിഹാസം? പ്രകാശ, ചേട്ടാ പ്രകാശനെ കണ്ടോ? ഇവിടെ ഉണ്ട്. പ്രകാശ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തടാ? കേറി വാടാ. പ്രകാശ, നീ അറിഞ്ഞ നിന്റെ അശ്വതി ജയിച്ചടാ. ദേ പത്രത്തിൽ പടമൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രാമത്തിൽ ഫസ്റ്റ് അവളാടാ. നീ ഇത് കാണു, ചെലവുണ്ട് കേട്ടാ. എന്തോന്നടാ ഇത്? നിനക്ക് സന്തോഷം മാറി പ്രാന്തായ? നില്ലടാ, ചായ കുടിച്ചിട്ട് വാ. പോടാ. വേണ്ട വേണ്ട. പാസ്സായ തുടർന്ന് പഠിക്കാൻ പോലും പറ്റുമോന്നറിയാത്ത അവസ്ഥയിൽ കഴിയുന്ന എന്നോട് വേണോ പ്രകാശേട്ടാ ഈ പരിഹാസം? അശ്വതിയുടെ പടം പത്രത്തിൽ എനിക്ക് കാട്ടിത്തന്ന നമ്മുടെ പരമമാണ്. സന്തോഷ കാരണം രാത്രി ഉറങ്ങാനേ കഴിഞ്ഞു. ഇത് കുറച്ച് കാശ, തൽക്കാലം പഠിത്തത്തിന്റെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. അശ്വതി കരുതും പോലെ ഞാനൊരു തൊഴിലില്ലാത്തവനൊന്നുമല്ല. അത്യാവശ്യം ഞാൻ ഈ ഡ്രൈവിങ്ങിനൊക്കെ പോകാറുണ്ട്. ഇതിൽ കൂടുതലൊന്നും അശ്വതി അറിയില്ല. വലിയ വിദ്യാഭ്യാസം, സമൂഹത്തിലെ മാന്യമായ പദവി,
ഉയർന്ന ജോലി, ഇതൊക്കെ പ്രകാശന്റെ നിറവേറാത്ത സ്വപ്നങ്ങളാണ്. ഇനി ഈ സ്വപ്നങ്ങളൊക്കെ അശ്വതിയിലൂടെ കാണാൻ കഴിയും, എനിക്കുറപ്പുണ്ട്. പ്രേമിക്കാൻ ഇപ്പൊ നേരം കാലം ഒന്നുമില്ല. നടു റോഡിലാ പ്രേമം. മതിയോ? നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ പെണ്ണെ? അവര് വന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി? ഒന്ന് വേഗം ഒരുങ്ങു പെണ്ണെ. ധൃതി വെക്കല്ലേ അമ്മേ, ഞാൻ ഈ പൂ കൂടെ ഒന്ന് ശരിയാക്കിക്കോട്ടെ. എന്നാലും ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. നീ എന്നോട് തർക്കിക്കാതെ വേഗം ഒരുങ്ങി വന്നേ. അതെ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. പ്രകാശേട്ടൻ, ഹലോ പ്രകാശേട്ടാ. ഹലോ മാഡം, ഇന്ന് പുറത്തേക്കൊന്നും കണ്ടില്ല. കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോ നേരത്തെ വീട്ടിലേക്ക് പോയെന്നറിഞ്ഞു. വീട്ടിൽ വല്ല വിശേഷം ഉണ്ടോ? അത് പ്രകാശേട്ടാ, എനിക്ക് ചെറിയൊരു തലവേദന. അയ്യോ, തലവേദനയോ? എന്നിട്ട് അവരെന്നോടൊന്നും പറഞ്ഞില്ല. മരുന്നും എല്ലാം കഴിച്ചായിരുന്നു. അയ്യോ അമ്മ. അയ്യോ അമ്മയോ? പെണ്ണെ, നീ ഇവിടെ എന്തെടുക്കുവാ? ഒന്നുമില്ല. ഇതുവരെ റെഡി ആയില്ലേ? ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തേ. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ബന്ധമാ. ദേവി, ഇതൊന്ന് നടന്നാ മതിയായിരുന്നു. ചിത്രവർണ്ണപ്പൂക്കളാൽ കളം നിറഞ്ഞു എൻ്റെ സ്വപ്നസുന്ദരി നീ പ്രിയ സഖി. ചിത്രവർണ്ണപ്പൂക്കളാൽ കളം നിറഞ്ഞു എൻ്റെ സ്വപ്നസുന്ദരി നീ പ്രിയ സഖി. മനതാരിൽ തെളിയുന്ന നിലവിളക്കായി നീ മറയരുതേ, എങ്ങും മറയരുതേ. മനതാരിൽ തെളിയുന്ന നിലവിളക്കായി നീ മറയരുതേ, എങ്ങും മറയരുതേ. ചിത്രവർണ്ണപ്പൂക്കളാൽ കളം നിറഞ്ഞു എൻ്റെ സ്വപ്നസുന്ദരി നീ പ്രിയ സഖി. ചിത്രവർണ്ണപ്പൂക്കളാൽ കളം നിറഞ്ഞു എൻ്റെ സ്വപ്നസുന്ദരി നീ പ്രിയ സഖി. ഹലോ 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 അശ്വതി, ഹലോ അശ്വതി. കോളേജിൽ ഞാൻ കാണാറുള്ള ബോൾഡായ അശ്വതിയാണോ ഇങ്ങനെ നാണിച്ച് തലതാഴ്ത്തി നിൽക്കുന്നത്? ഈ സർപ്രൈസ് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? തനിക്ക് എന്നെ ഇഷ്ടമായല്ലോ അല്ലേ? കോളേജിൽ വെച്ച് പലപ്പോഴും അഭിഷേകനെ കാണാറുണ്ടെങ്കിലും അതിങ്ങനെ വിവാഹാലോചനയിലേക്ക് കടക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതെ, അശ്വതിക്കറിയാമോ, നമ്മുടെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. വിദ്യാസമ്പന്നനും സൽസ്വഭാവിയുമായ ഒരു ചെറുപ്പക്കാരൻ. കർമ്മഫലം കൊണ്ടോ ഭാഗ്യനിർഭാഗ്യങ്ങൾ കൊണ്ടോ
അവന് സ്വീകരിക്കേണ്ടി വന്ന ഒരു തൊഴിൽ മാത്രമായിരുന്നു അത്. ആ ജോലിയിൽ അവൻ തൃപ്തനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവൻ ഞങ്ങളുടെ വീട്ടിൽ അവനൊരു അംഗത്തെ പോലെയായിരുന്നു. അമ്മയ്ക്കും എനിക്കും അവന് ജീവനായിരുന്നു. കൂടപ്പിറപ്പില്ലാത്ത എനിക്ക് കൂടപ്പിറപ്പായിരുന്നു. ഞങ്ങളുടെ സ്നേഹം അവന് ഭാരമായി തോന്നിയതുകൊണ്ടാണോ എന്നറിയില്ല. ആരോടും മിണ്ടാതെ അവൻ എങ്ങോട്ടോ പോയി മറഞ്ഞു. അശ്വതി ഒരിക്കൽ പോലും തുറന്നു കാണാത്ത നമ്മുടെ ഔട്ട് ഹൗസിലായിരുന്നു അവൻ്റെ താമസം. അവൻ പോയതിൽ പിന്നെ ഞാനത് തുറന്നിട്ടില്ല. സത്യമാണ് അഭിഷേക് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ പോലും ഔട്ട് ഹൗസ് തുറന്നു കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാണ് ഇന്നലെ രാത്രി അഭിഷേക് ഔട്ട് ഹൗസിലേക്ക് പോകുന്നത്. അപ്പോൾ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന ആ ഡ്രൈവർ അതാരാണ്? അശ്വതി കരുതും പോലെ ഞാനൊരു തൊഴിലില്ലാത്തവനൊന്നുമല്ല. അത്യാവശ്യം ഞാൻ ഈ ഡ്രൈവിങ്ങിനൊക്കെ പോകാറുണ്ട്. ഇതിൽ കൂടുതലൊന്നും അശ്വതി അറിയണ്ട. വലിയ വിദ്യാഭ്യാസം, സമൂഹത്തിലെ മാന്യമായ പദവി, ഉയർന്ന ജോലി, ഇതൊക്കെ പ്രകാശൻ്റെ നിറവേറാത്ത സ്വപ്നങ്ങളാണ്. ഇനി ഈ സ്വപ്നങ്ങളൊക്കെ അശ്വതിയിലൂടെ കാണാൻ കഴിയും. എനിക്കുറപ്പുണ്ട്. എൻ്റെ അശ്വതിക്ക് ഞാൻ എൻ്റെ അശ്വതിയെ കാണാൻ തുടങ്ങിയത് എന്നു മുതലാണെന്ന് പോലും എനിക്കറിയില്ല. അവളെ കാണാനായി മാത്രം ഞാനെന്നും ആ വഴിയരികിലുണ്ടായിരുന്നു. അവളെ കണ്ടെന്നാൾ മുതൽ ജീവിതത്തിൽ ഞാൻ ആകെ മാറി. ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് പോലും ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. ഏകാന്തതയും ദുഃഖങ്ങളും നഷ്ടബോധങ്ങളും ജീവിതത്തിൽ പരിചയിച്ച ഞാൻ അശ്വതിയുമൊത്തൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. വഴിയരികിൽ ഞാൻ അശ്വതിയെ ഇംപ്രസ് ചെയ്യിക്കാൻ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളെ ഓർത്ത് ഞാനിന്ന് പൊട്ടിച്ചിരിക്കാറുണ്ട്. പഠനം പൂർത്തിയാക്കി കോളേജിൽ നിന്ന് ഞാൻ പടിയിറങ്ങുമ്പോൾ വിദേശ കമ്പനിയിലെ ഉയർന്ന ജോലി, സന്തോഷകരമായ ജീവിതം എല്ലാ ചെറുപ്പക്കാരൻ പോലെ ഞാനും എൻ്റെ അമ്മയും ആഗ്രഹിച്ചു. റാങ്ക് നേടി അശ്വതി പാസ്സായ വിവരം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാതെയായി. ഇനി എൻ്റെ അശ്വതിയെ ഇതുവരെ അറിയാത്തൊരു സ്വകാര്യം ഞാൻ എൻ്റെ ഡയറിയിൽ പങ്കുവയ്ക്കും. മോനെ, നിങ്ങൾ ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഡോക്ടർ എന്തു പറഞ്ഞു? പറ മോനെ. അമ്മേ, അമ്മയ്ക്കൊരിക്കലും ഒരു പേരക്കുട്ടിയെ ലാളിക്കാൻ കഴിയില്ല അമ്മേ. എനിക്കൊരു അച്ഛനാകാനും ഡോക്ടർ എന്നോട് പറഞ്ഞമ്മേ, അവൾ ഒരിക്കലും ഒരു അമ്മയാകില്ലെന്ന്.
ഈശ്വര, ഞാൻ ആരെയാണ് തള്ളിക്കളയേണ്ടത്? കൂടപ്പിറപ്പിനെ പോലെ തന്നെ സ്നേഹിച്ച തൻ്റെ സഹോദരൻ പ്രകാശനെയോ, അതോ തന്നെയും അമ്മയെയും ജീവിത തുല്യ സ്നേഹിക്കുന്ന തൻ്റെ ജീവിത പങ്കാളിയായ ഭാര്യയെയോ? ആരെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? അയ്യോ